ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അൺഎക്സ്പെക്റ്റഡ് ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, നൈറ്റായി. സാറ്റർഡേ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മത്തായും സിനിമോളെ വിളിച്ച് അവരിവിടെ ആശ്രമം മൈതാനത്തുണ്ട്, ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. ആക്ച്വലി ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ സിനി ഇവിടെ അല്ല, അവൾ ട്രിവാൻഡ്രത്താണ്. വല്ലപ്പോഴും ഒക്കെ കൊല്ലം വരാറുള്ളൂ. സോ എന്തായാലും അവരെ പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് സൺഡേ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞത്. പിന്നെ അവരുമായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് അസൈഡയിലോട്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരങ്ങൾ, മത്തായും സിനിമോളും. കൂടെയുള്ളത് അവരുടെ മോളാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നീതുവും ചേട്ടനും കിട്ടുവിൻ്റെ അമ്മയും മോളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മത്തായും സിനിമോളെ സർപ്രൈസ് ചെയ്യാനായിട്ട് അവർ കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കേക്ക് കെട്ടാനായിട്ട് ഒരു പ്ലേസ് കണ്ടുപിടിച്ചു. പക്ഷെ മത്തായിക്ക് ആ പ്ലേസ് അത്ര ഇഷ്ടപ്പെട്ടില്ല, അവിടെ ഭയങ്കര സൈലൻ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേക്ക് കെട്ടാനായിട്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു. കുറച്ച് ആൾക്കാരും ബഹളമൊക്കെ ഉള്ള സ്ഥലം വേണമെന്നായിരുന്നു മത്തായിയുടെ സജഷൻ. അങ്ങനെ നീതുവും ചേട്ടനും കിട്ടുവും കൂടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചു. മത്തായും സിനിമോളും ആകെ സർപ്രൈസ്ഡും എക്സൈറ്റഡും ഒക്കെ ആയിരുന്നു. അതവരുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് വന്നാലോ? അങ്ങനെ ബാക്കി വന്ന കേക്കൊക്കെ പൊതിഞ്ഞ് കെട്ടി ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഫുഡ് കഴിക്കുന്ന സ്ഥലം കണ്ടിട്ട് ഏതോ സിനിമയിലൊക്കെ വില്ലന്മാരുടെ താവളമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ നല്ല ആംബിയൻസ് ആയിരുന്നു. അടുത്തൊരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഓർഡർ എടുക്കാൻ വരാനും അതുപോലെ തന്നെ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അത് കൊണ്ടുവരാനൊക്കെ ഒരു ഡിലേ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഫുഡിന് കുറച്ച് ഡിലേ ഉള്ളതായിട്ട് തോന്നി. അവർ ഓർഡർ എടുക്കുന്നതിലായാലും കൊണ്ടുവരുന്നതിലായാലും ഒക്കെ കുറച്ച് ഡിലേ ഉള്ളതായിട്ട് തോന്നി. അങ്ങനെ ഫുഡ് ഓരോന്നായിട്ട് വന്നു തുടങ്ങി. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം.
കുറച്ച് വെയിറ്റ് ചെയ്തായാലും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. രാത്രി വരുന്നതിലും കുറച്ചും കൂടെ നല്ലത് ഇവിടെ ഈവനിങ് വരുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായാലും വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.